എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താ ലിറ്റേ രാവിലെ കിടക്കപ്പായ എന്നാണോ വീഡിയോ എന്ന് ചോദിച്ചാൽ സമയം രാവിലെ ഒന്നുമല്ല, പക്ഷേ വീഡിയോ കിടക്കപ്പായ എന്നൊക്കെ തന്നെ. ഞാനിന്ന് അവധി കിട്ടിയപ്പോഴേ നല്ല ബേഷാ കിടന്നൊന്ന് ഉറങ്ങി. എന്നിട്ട് നേരത്തെ അല്ല എന്നിട്ടിപ്പോൾ എഴുന്നേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന്. ഇതുണ്ട്, ഇങ്ങനെ കട്ടിലേ കിടന്നിട്ട് നമ്മുടെ വിൻഡോയിൽ കൂടെ പുറത്ത് നോക്കി ഇങ്ങനെ കണ്ണും മിഴിച്ച് കിടക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ. പക്ഷെ ഒത്തിരി നേരം അങ്ങനെ സൂചിച്ച് കിടക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇന്ന് ഫ്രൈഡേ ആണ്. സ്കൂളിൽ പോയതിനെയും ഓഫീസിൽ പറഞ്ഞു വിട്ടതിനെയൊക്കെ വരുന്ന സമയമായി. അപ്പോൾ അതിനു മുമ്പെങ്കിലും എഴുന്നേക്കണ്ടേ. ശരിക്കും അലാം വെക്കാതെ കിടന്ന് ഉറങ്ങാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഞാൻ അലാം വെച്ചായിരുന്നു, പക്ഷേ അതിന് മുമ്പ് എഴുന്നേറ്റു. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ അല്ലേ? നമ്മൾ അലാം സെറ്റ് ചെയ്താലും അലാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എഴുന്നേക്കും. അലാം അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിലും ഒരു അലാം സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് കണ്ടോ, നമ്മുടെ കട്ടിലിൽ നമ്മൾ എത്ര പേരാ കിടന്ന് ഉറങ്ങുന്നതെന്ന്. ഞാനും ജസ്റ്റിയും ജേഡുവും പോരാഞ്ഞിട്ട് എത്ര ഡൈനോമാരാണ്. ഇതൊന്നും അല്ല കേട്ടോ, ഇതിൽ കൂടുതലുണ്ട്. പുള്ളിക്കാരൻ്റെ സാധനങ്ങളാണ്. ചില ദിവസം നമ്മുടെ അടുത്ത് കിടക്കും, ചില ദിവസം തന്നെ കിടക്കും. ഇപ്പം നാട്ടിൽ പോയിട്ട് വന്നപ്പം തന്നെ കിടപ്പ് ഇച്ചിരി കുറവാണ്, നമ്മുടെ കൂടത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്നാ രാവിലെ എഴുന്നേറ്റിട്ട് കട്ടിൽ മാത്രം വിരിച്ചിട്ടാൽ പോരാ, ഇവന്മാരെ ഒക്കെ പെറുക്കി അറേഞ്ച് ചെയ്ത് വെക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പകൽ കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമല്ലേ. പക്ഷെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പം ഒരു കുറ്റബോധമാണ്. ഇത്രയും സമയം ഉറങ്ങി തീർത്തല്ലോ എന്ന്. അങ്ങനെ എന്നെപ്പോലെ കുറ്റബോധം ഉള്ള ആരെങ്കിലും ഉണ്ടോ? അതോ എനിക്ക് മാത്രമുള്ള ഇമാതിരി കുറ്റബോധങ്ങളൊക്കെ? രാവിലെ എഴുന്നേറ്റിട്ട്, രാവിലെയല്ല എപ്പോഴെങ്കിലും എഴുന്നേറ്റിട്ട് എല്ലാവരും പോകും വാഷ്റൂമിൽ, പക്ഷെ നമ്മൾ പോകും കിച്ചണിൽ. വരൂ, കമോ. നമ്മൾ നേരെ കിച്ചണിൽ പോകുന്നു. ലൈറ്റ് ഇടുന്നു. നല്ല സുഖം കിടന്നുറങ്ങാൻ. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. മുഖമൊക്കെ കഴുകി രാവിലെ പല്ല് തേച്ച, എന്നാലും ഒന്നുകൂടെ പല്ലൊക്കെ തേച്ചിട്ട് വരാവേ. കണ്ടോ, ഫ്രഷ് ആയില്ലേ? ഇപ്പം എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ഓക്കെ, ഫ്രഷായി. മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു. സുണ്ടൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ലിപ് ബാം ഇട്ടു. ഇത്രയൊക്കെ ചെയ്തു. ഉടുപ്പ് നനഞ്ഞു, മുഖം കഴുകിൻ്റെ കേട്ടോ. പിന്നെ എന്നാ ഉണ്ട് പറ വിശേഷങ്ങളൊക്കെ? ഞാനും നിങ്ങളും നമ്മളും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം. രാവിലെ കെട്ടിയവൻ സ്കൂളിലും കൊച്ചു ഓഫീസിലും ഒക്കെ പോയിട്ട് കിടന്നുറങ്ങാൻ മാറിപ്പോയി. അങ്ങനല്ല, കൊച്ചു സ്കൂളിലും കെട്ടിയൊരു ഓഫീസിലൊക്കെ പോയിട്ട് കിടന്നുറങ്ങാൻ എന്നാ സുഖമല്ലേ. പൊത്തുപോലെ കിടന്നുറങ്ങി. നല്ല സുഖം, നല്ല ഫ്രഷ്നെസ് എഴുന്നേറ്റപ്പോൾ. ആഹാ, ഇങ്ങനെ വേണം. ഇതാണ് ഞാൻ സ്വപ്നം കാണുന്ന കിനാശ്ശേരി. എന്നും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഓഫ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ഇങ്ങനെ. പക്ഷെ ഉണ്ടല്ലോ, ഇന്ന് ഫ്രൈഡേയാ. പോയതിനേക്കാളും സ്പീഡിൽ അതുങ്ങൾ ഇങ്ങനെ തിരിച്ചു വരും. അതുകൊണ്ട് എനിക്ക് വലിയ സുഖമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീക്കെൻഡ് അവധി കിട്ടുന്ന ഇഷ്ടമാണ്. കെട്ടിയവൻ്റെയും മക്കളുടെയൊക്കെ കൂടെ നമുക്ക് ഇരിക്കാമല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീക്ക് ഡേയ്സിൽ ഓഫ് കിട്ടുന്നത് വേറൊരു രസമാണ്. എന്നറിയോ, വീക്കെൻഡ് ശരിയാ, കെട്ടിയവൻ്റെയും പിള്ളേരുടെയൊക്കെ കൂടെ ഇരിക്കാം, നമുക്ക് ഓഫ് കിട്ടിയാൽ അത് വേറൊരു രസം. പക്ഷെ വീക്ക് ഡേയ്സിൽ ഓഫ് കിട്ടിയാൽ, എന്നെ പോലെ വീക്ക് ഡേയ്സിൽ ഓഫ് കിട്ടുന്ന ഇഷ്ടമുള്ളവരുണ്ടോ? ഒരു ശല്യമില്ല. കെട്ടിയവൻ സ്കൂളിലും കൊച്ചു ഓഫീസിലും, മാറിപ്പോയി, തിരിച്ചാ, രണ്ടും ഒരുപോലെ തന്നെ. കൊച്ചു സ്കൂളിലും കെട്ടിയവൻ ഓഫീസിലും ഒക്കെ പോയിട്ട് നല്ല സുഖത്തിന് നമ്മുടേതായ ലോകം. ആരുമില്ല, നമ്മുടെ പരലോകം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ യൂണിവേഴ്സ്. നമ്മൾ ഇഷ്ടമുള്ളത് കഴിക്കുന്നു, ഇഷ്ടമുള്ളത് എന്താ പറയുന്നത്, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. വീട്ടിലൊക്കെ ഫോൺ വിളിക്കുന്നു, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഫോൺ ഗ്രൂപ്പ് ചാറ്റ് വിളിക്കുന്നു. അങ്ങനെ ഒരു ദിവസം, നല്ല ദിവസമല്ലേ? അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നെനിക്ക്. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടത് ഇങ്ങനല്ലായിരുന്നു. എൻ്റെ പ്ലാൻ ഇതല്ലായിരുന്നു, പ്ലാൻ വേറെയായിരുന്നു. അത് പാളിപ്പോയി. അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്കൊരു കോഫി ഉണ്ടാക്കണം. നമ്മൾ എപ്പോൾ എഴുന്നേക്കുന്നു, കോഫിക്ക് ഇന്ന സമയമൊന്നുമില്ല. എനിക്ക് സാധാരണ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണല്ലോ കോഫി കുടിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് എഴുന്നേറ്റു, അപ്പോൾ കോഫി കുടിക്കുന്നു. രാവിലെ കോഫി കുടിച്ചു, അത് വേറെ കാര്യം. പക്ഷെ കോഫി കുടിച്ചിട്ട് ഉറങ്ങിപ്പോയി. എൻ്റെ പ്ലാൻ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇന്ന് ഫ്രൈഡേ, ഞാൻ പറഞ്ഞില്ലേ പോയതിനേക്കാളും സ്പീഡിൽ അതിങ്ങളിങ്ങനെ തിരിച്ചു വരും. എൻ്റെ പ്ലാൻ രാവിലെ എഴുന്നേൽക്കുന്നു, കൊച്ചിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നു, കൊച്ചിനെ സ്കൂളിൽ വിടുന്നു, എന്നിട്ട് ഞാനും ജസ്റ്റിയും കൂടെ നടക്കാൻ പോകുന്നു. പിന്നെ നടപ്പ് കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഓഫീസിൽ പോകുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ബ്ലഡ് ടെസ്റ്റ് എടുത്തതിൻ്റെ
കുറച്ച് കാര്യങ്ങൾ ബാക്കി ചെയ്യാണ്ടായിരുന്നു. ബ്ലഡ് എടുത്തു, വേറെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊന്ന് പോകണമായിരുന്നു. പിന്നെ എൻ്റെ യൂണിഫോം ലോണ്ടറിയിൽ കൊടുക്കണം, വാഷിങ്ങിന് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോകണം. തന്നെ കുറേ നാളായി ഞാൻ തന്നെ ഒരു ഷോപ്പിങ്ങിന് പോയിട്ട്. അങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോകണം. പിന്നെ ഇത് കണ്ടോ, ഈ പുരിയൊക്കെ കാട് കയറി പൊന്തമ്പുഴ വനം പോലെ വളർന്നു. ഞാൻ എന്നാ പുരിയം തട്ടിയത്? ജൂലൈയിലല്ലേ നാട്ടിൽ പോയി. അപ്പൊ ജൂണിൽ ചെയ്താ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം കഴിഞ്ഞു. ഒക്ടോബർ 4ാമത്തെ മാസം ഒന്ന് ബ്യൂട്ടി പാർലർ കണ്ടിട്ട്, വേറെ ഒന്നിനും അതല്ല, ജസ്റ്റ് ത്രെഡിങ്. അപ്പൊ അവിടെ പോണം. പിന്നെ എന്താ പറഞ്ഞേ, ഇഷ്ടമുള്ള ഫുഡ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറി ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം, എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കണം എന്നൊക്കെ വിചാരിച്ചതാ. അതായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ശരിക്കും സംഭവിച്ചത്, നിങ്ങൾ വിചാരിക്കും ആദ്യം തൊട്ടേ പൊളിഞ്ഞൊന്നും ഇല്ല. രാവിലെ എഴുന്നേറ്റു, കൊച്ചിനെ സ്കൂളിൽ വിട്ടു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, രാവിലെ ദോശയൊക്കെ ആയിരുന്നു. കൊച്ചിനെ സ്കൂളിൽ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നടക്കാൻ പോയി. തിരിച്ചു വന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കിടന്ന് നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങി. ജസ്റ്റ് എപ്പോൾ ഓഫീസിൽ പോയെന്നോ എന്ത് കഴിച്ചെന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് ഇപ്പം ഞാൻ അങ്ങ് എഴുന്നേറ്റു. അതൊരു സുഖമുള്ള കാര്യമല്ലേ, ഇടയ്ക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങാനായിട്ട്. അങ്ങനെ കിടന്ന് ഉറങ്ങിയതാ. ഇതുണ്ടോ എൻ്റെ തല കണ്ടോ? നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടോന്നേ? ഒരു 2-3 ദിവസം ഷാമ്പു ഇട്ടില്ലേ. ഇപ്പം ഞാൻ പറയാവേ, ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ എല്ലാ ദിവസവും തല കുളിക്കല. 2-3 ദിവസം കൂടുമ്പോഴേ തല കുളിക്കുള്ളൂ. നിങ്ങൾക്ക് അബുദാബിക്കാർക്കൊക്കെ UAE-ലൊക്കെ ഉള്ള ഗൾഫിലുള്ളവർക്ക് അറിയായിരിക്കും അല്ലേ, തല എന്നും കുളിച്ചാൽ തലയിൽ പൂടാ നെഹിഹേ കാണത്തില്ല. അതുകൊണ്ട് കുച്ചി നെഹിഹേ എന്ന് പറഞ്ഞോലെ, അതുകൊണ്ട് 3 ദിവസം കൂടുമ്പോഴൊക്കെയാ തല കുളിക്കുന്നത്. പക്ഷെ ഇന്നലെ ജോലി കഴിഞ്ഞു വന്നുകൊണ്ട് കുളിച്ചു. പക്ഷെ തലയിലെ എണ്ണ കണ്ടോ? തല ഒരു 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പം ഷാമ്പു ഇട്ടില്ലുണ്ടല്ലോ, തലയിൽ സ്വന്തമായിട്ട് പാരച്ചൂട്ടിന്റെ കമ്പനി തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്ര എണ്ണയുണ്ട്, ഓയിലുണ്ട് തലയിൽ. നോക്കി, ഇത് കഷ്ടമാണ്. എനിക്കൊന്നേ എണ്ണ തേക്കാഞ്ഞിട്ടാവും ഞാൻ തലയിൽ ഓയിൽ തേക്കാറില്ല. ഒരു 12 വർഷമായിട്ടുണ്ടാവും. 12 അല്ല കേട്ടോ, 13-14 വർഷമായിട്ടുണ്ട് ഞാൻ തലയിൽ ഓയിൽ തേക്കാറില്ല. അതുകൊണ്ട് തല സ്വന്തമായിട്ട് ഓയിൽ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഓയിൽ എടുത്തിട്ട് ഞാനൊരു പാരച്ചൂട്ടിന്റെ ഒരു ഓയിൽ കമ്പനി തുടങ്ങും. അൽ പാരച്ചൂട്ട് കമ്പനി. അതാണിത്. ബോറടിക്കുന്നുണ്ടല്ലേ? നമുക്കൊരു കാപ്പി ഉണ്ടാക്കാം. രാവിലെ കാപ്പി ഇട്ടില്ലെങ്കിൽ, രാവിലെ ഒന്നുമല്ല, ഉച്ച എപ്പോൾ എഴുന്നേക്കുന്ന അപ്പം കാപ്പി. കമോ, രാവിലെ ദോശക്കല്ല് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റിമോൻ ദോശ ഉണ്ടാക്കി. ഇത് കണ്ടിട്ട് പുള്ളി മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, കാപ്പി ഇട്ട് കുടിച്ചിട്ടുണ്ട്. കാപ്പി ഇതായിരുന്നു ഇന്ന് കൊച്ചിന് കൊടുത്തു വിട്ട ദോശ കേട്ടോ. ചിക്കനൊക്കെ വെച്ചിട്ട് കാപ്പി റെഡി ആയിട്ടുണ്ട്. ആഹാ, കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടേ ആരാണ്ട് കമന്റ് ഇട്ടേക്കുവാണേ, ഞാനൊരു കുലസ്ത്രീ ആണെന്ന്. ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ എൻ്റെ കെട്ടിയവരൊന്നും ചെയ്യാൻ അറിയത്തില്ല, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തൊരു കുലസ്ത്രീ. അത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ. എന്നെ വീഡിയോ കാണുന്നവർക്ക്, എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാനൊരു കുലസ്ത്രീ അല്ല. കുലസ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കെട്ടിയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി, കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കി, കണ്ടല്ലേ. ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും അത്ര ചില സമയത്ത് നോക്കാറുള്ളൂ. എന്നിട്ട് എപ്പോഴും അങ്ങനെ ഒന്നല്ല, ചില സമയത്ത് അങ്ങനെയൊക്കെ വേണ്ടല്ലേ. ഇന്നത്തെ എൻ്റെ പ്ലാൻ മൊത്തം പ്ലാഞ്ചി പോയി. എന്നാലും എനിക്ക് വിഷമമൊന്നും ഇല്ല. നീ എവിടെ തുടങ്ങുന്ന ഞാൻ ആലോചിക്കുന്നത്. കൊച്ചു സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് തൊട്ടാക്കും എന്തെങ്കിലും ഉണ്ടാക്കണം. എന്റെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് കോഫി കുടിക്ക് അഡിക്റ്റ് ആയെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ലതാണ്. പക്ഷെ കോഫി ഷുഗർ ഇല്ലാതെ കുടിച്ചു. ഞാൻ ഷുഗർ ഇല്ലാതെ കുടിക്കുന്നേ, എന്നിട്ട് ഞാൻ പർവ്വതം പോലെ ഇരിക്കുന്നേ, അത് വേറെ കാര്യം. പക്ഷേ കോഫി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. കുറച്ച് സാമൻ നമുക്ക് എടുത്തു വെക്കാം. എന്തെങ്കിലും ഉണ്ടാക്കാൻ കൊച്ചു വരുന്നതിന് മുമ്പ്. അല്ല, എന്താ ഉണ്ടാക്കാൻ അതേ കറത്തില്ല, ഒരു ഐഡിയ കിട്ടില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടേ കംപ്ലീറ്റ് കിളി എങ്ങാനൂടെ പോയി. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോന്നേ? അവധിയുള്ള ദിവസം ഇങ്ങനെ സത്യം പറഞ്ഞാൽ അലാം വെക്കാതെ കിടന്നുറങ്ങണം. ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേറ്റ് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കണം. കൊച്ചു സ്കൂൾ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം ഫ്രൈഡേ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം അലാം വെക്കേണ്ടി വരും, നേരത്തെ അവർ വരുമല്ലോ. അതല്ലാത്തൊരു ദിവസം രാവിലെ കെട്ടിയവനും കൊച്ചിനൊക്കെ പറഞ്ഞു വിട്ടിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി എപ്പോഴെങ്കിലും എഴുന്നേറ്റ് നമ്മുടെ പണിയൊക്കെ ചെയ്യാൻ എന്താ സുഖമല്ലേ. പക്ഷെ ഇന്നത്തെ രാത്രി എൻ്റെ കട്ടപ്പുക. ഇന്നലെ എനിക്ക് കാളരാത്രി ആയിരിക്കും. പകൽ നന്നായിട്ട് കിടന്നുറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ ചിന്തിക്കുമായിരുന്നേ, എന്തൊക്കെ പ്ലാനുകളായിരുന്നു എനിക്ക്, എല്ലാം പ്ലീൻ ചെയ്യും. പവനായി ശവമായി ഗതാഗുത
ഷോപ്പിങ്ങിന് പോകണം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം, നല്ല ഉറങ്ങിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം. പിന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ പറയുന്നത്, നിങ്ങളുടെ പ്ലാൻ എന്താ? വീക്കെൻഡായി, നല്ല രസമല്ലേ? ഓ, മറ്റൊരു വീക്കെൻഡ്. എന്ത് പെട്ടെന്നാ ദിവസം പോകുന്നത്. ഈ വർഷം തീർന്നു. നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നമ്മൾക്ക് പ്രായം മുന്നോട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്ത് പെട്ടെന്നല്ലേ വർഷം പോകുന്നേ. എനിക്കൊന്ന് കോവിഡ് കഴിഞ്ഞ പിന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വർഷങ്ങൾ പോകും, മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നത്. കഴിഞ്ഞ വീക്കെൻഡ് ഇന്നലെ കഴിഞ്ഞോല ഞാൻ ഓർക്കുന്നത്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റ്സുകൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ പറയുന്നത്, എൻ്റെ ഇവിടുത്തെ അബുദാബി ലൈഫിനെ കുറിച്ച്, എനിക്കിവിടെ ജോലി കിട്ടി ഞാൻ വന്നതിനെ കുറിച്ചൊക്കെ ഇടണമെന്നൊക്കെ, പിന്നെ എങ്ങനെയാണ് ഇവിടെ സേഹയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് കാണാറുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഇതിനൊക്കെ റിപ്ലൈ വീഡിയോ ഇട്ട് ഞാൻ ഇടാം. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മാസം ഞാൻ ക്ലിനിക്കിലായിരുന്നു, ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പിന്നെ തിരിച്ച് ബാക്ക് ടു ICUലോട്ട് വന്നിട്ട് ഈ മാസം തൊട്ടാണ്, ഇപ്പം ഇന്ന് ഈ മാസം 10-ാം തീയതി ആയെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം വീക്കെൻഡ് കൂട്ടി അവധിയായിരുന്നു. വീക്കെൻഡ് വീക്കെൻഡ് ഫാമിലിയോടത്തിൽ പോവും. ഞാനിപ്പോൾ ഒന്ന് എന്താ പറയുന്നത്, ബാക്ക് ടു നോർമൽ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഓഫൊക്കെ കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാവേ, നിങ്ങളെ ആരും മറന്നിട്ടൊന്നുമില്ല, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കും, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പം ജസ്റ്റ് വരും, കൊച്ചു വന്നു, പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇന്ന് പുറത്ത് പോകണം. നല്ല കിളി പോയിട്ട് ഇടന്ന് ഉറങ്ങിയിട്ടേ, നല്ല ബേഷ ഉറങ്ങി സത്യം പറഞ്ഞ. എന്നിട്ട് മേലെ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുവോ? ഒന്നും ചെയ്യാനില്ല, ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ജസ്റ്റ് വന്നു കഴിയുമ്പോൾ വല്ല പുറത്തുനിന്ന് വല്ല ഫുഡ് വായിക്കാം, അല്ലാതെ ഇപ്പം ഞാൻ നോക്കിയിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച ദിവസം അവർ നേരത്തെ വരും, പോയതിനേക്കാളും സ്പീഡ് വരുമെന്നേ. നമ്മൾ എഴുന്നേറ്റിട്ട് നമുക്ക് ഫ്രീ കിട്ടുമ്പോൾ ഇങ്ങനെ ചെടിയൊക്കെ നോക്കി നിൽക്കാൻ എന്നാ രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ തത്തമ്മ പച്ച ഇടയ്ക്ക് അങ്ങനെ വേറൊരു കളറ് കയറുന്നത് മറ്റേ മണിപ്ലാന്റിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണോ? അവനുമായി ഇനി സംതിങ് ഫിഷി. കണ്ടോ, ഈ കളറായിരുന്നേ, ഇത് കണ്ടോ ഗ്രീൻ കളറ്, മറ്റേ മണിപ്ലാന്റിൻ്റെ അടുത്ത് നിർത്തിയോണ്ടെന്ന് തോന്നുന്നു. മാറ്റി നിർത്താം, ഞാൻ അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോ നമ്മൾക്ക് ഇവിടെ നിർത്താം അല്ലേ നിങ്ങൾ വെറുത്തു പോകും. അപ്പോൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ശരി, പോയച്ചും വരാം.